AK ആന്റണിയിൽ നിന്നും VD സതീശനിലേക്കുള്ള ദൂരം എത്രയാണ്? അത് ഗാന്ധിജിയിൽ നിന്നും ഗോഡ്സെയിലേക്കുള്ള ദൂരം പോലെയാണ്. കഞ്ഞിമുക്കി അലക്കിത്തെച്ച് ഖദറിട്ട് വൃത്തികെട്ട ചിരിയുമായി വരുന്ന കഞ്ഞിക്കുഴി സതീശന്മാരുടെ മനസ്സ് നിറയെ അശ്ലീല ചിന്തയും പ്രതികാര മനോഭാവവും മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടങ്ങളും VT ബലരാമന്മാരും എന്ത് നെറുകേട് കാണിച്ചാലും അതിനെ അപ്പടി കൈയടിച്ച് അംഗീകരിക്കുന്ന ക്രിമിനൽ കൂട്ടമായി KPCC നേതൃത്വം മാറിയെങ്കിൽ അത്ഭുതപ്പെടാനില്ല. അവരുടെ വടകര മണ്ഡലം സ്ഥാനാർത്ഥിക്കും ഇത്തരത്തിലുള്ള പാരമ്പര്യമാണെന്ന് പറയാതെ വയ്യ. എതിർ സ്ഥാനാർത്ഥി ജയിക്കുമെന്നുറപ്പായപ്പോൾ തീറ്റിപ്പോറ്റി വളർത്തുന്ന സൈബർ ക്രിമിനലുകളെ കയറൂരിവിട്ടിരിക്കുകയാണ്. ഇത് തുടങ്ങിയിട്ട് ആഴ്ചകളായി. ഒരു പിഞ്ചുകുട്ടിയെ ബലാത്സംഗം ചെയ്ത പോക്സോ കേസ് പ്രതിയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് പ്രയോഗിച്ചുകൊണ്ട് തുടങ്ങിയതാണ് വടകരയിലെ UDF രാഷ്ട്രീയ പ്രചരണം. പാന്നൂരിലെ ബോംബ് സ്ഫോടനം വെച്ച് അടുത്ത നുണപ്രചാരണം. അതിൻ്റെ എല്ലാ അതിർവരമ്പുകളും കടന്ന് ഇപ്പോഴിതാ പച്ചയായ അശ്ലീല പ്രയോഗം. 67 വയസ്സ് തികഞ്ഞ ഒരു സ്ത്രീയെയാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അതിക്രൂരമായി ആക്രമിച്ചിരിക്കുന്നത്. സഭ്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചിരിക്കുന്നു. ഏത് നീചമായ വഴിയും സ്വീകരിക്കാൻ ഒരു മടിയുമില്ലാത്ത ക്രിമിനൽ കൂട്ടം ഇതിവരുടെ പാരമ്പര്യമാണ്. ഇവരെ നയിക്കുന്നത് VD സതീശനാണല്ലോ. സ്വന്തം മണ്ഡലത്തിലെ വോട്ടറായ വനിതയെ സൈബർ ഇടത്തിലൂടെ സതീശൻ എന്തൊക്കെ അശ്ലീല പരാമർശമാണ് നടത്തിയത്. സതീശന്റെ പാത പിന്തുടർന്ന് VT ബൽറാം മഹാനായ AKജിയെ പോലും അധിക്ഷേപിച്ചു. അതിനെ വിമർശിച്ച മുൻ KPCC അധ്യക്ഷൻ VM സുധീരനെ പൂരപ്പാട്ട് പാടി മൂലയ്ക്കാക്കി. മറ്റൊരു KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് എന്തെങ്കിലും മിണ്ടിയാൽ K സുധാകരൻ ബ്രിഗേഡ് പൂരപ്പാട്ട് പാടുമെന്നാണ്. ബിന്ദു കൃഷ്ണയും ദീപ്തി മേരി വർഗീസും ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കൾ പോലും മോർഫ് ചെയ്ത ചിത്രങ്ങൾ വ്യക്തിഹത്യയ്ക്ക് ഉപയോഗിച്ചു. ഈ ചരിത്രമാണ് AK ആന്റണിയിൽ നിന്നും VD സതീശനിലേക്കുള്ള മാറ്റം, ഗാന്ധിജിയിൽ നിന്നും ഗോഡ്സെയിലേക്കുള്ള ദൂരം. മത സാമുദായിക നേതാക്കളുടെ വ്യാജ പ്രസ്താവന ഉണ്ടാക്കി എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെ ഉപയോഗിച്ചിരിക്കുന്നു. ഇങ്ങനെ സകല നിയന്ത്രണവും വിട്ട് തനി കവലച്ചട്ടമ്പിമാരുടെ കള്ളക്കൂട്ടങ്ങളായി മാറിയിരിക്കുന്നു ഇവർ. ഇവരെ ചങ്ങലക്കിടാൻ AK ആന്റണി മുൻകൈയെടുക്കുമോ? എങ്ങനെ സാധിക്കുമല്ലേ? സ്വന്തം മക്കളെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത താൻ തങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് എന്നും പറഞ്ഞ് ഈ സൈബർ ഗുണ്ടകൾ ആന്റണിയെയും വെറുതെ വിടില്ലല്ലോ. ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ഗുണ്ടാപ്പടയുടെ തടവറയിൽ നിന്നും പുറത്തു വന്ന് പ്രതിഷേധിക്കാൻ തയ്യാറുണ്ടോ? ഇക്കാര്യത്തിൽ വേറെ ആരോടാണ് ചോദ്യങ്ങൾ ഉയർത്താൻ കഴിയുക? K സുധാകരനോടും VD സതീശനോടും ഇതിൽ പ്രതികരണം തേടിയാൽ ഈ വെട്ടുകിളി കൂട്ടങ്ങളെ പിന്തുണയ്ക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. കാരണം അവരുടെ വഴിയും ഇതുതന്നെയാണല്ലോ. ഇവിടെ ഒന്നേ പറയാനുള്ളൂ, സഹിഷ്ണുതയ്ക്കും ഒരു അതിരുണ്ട്. അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നാണല്ലോ. ദയവായി അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കരുത്. നിർഭയവും നിഷ്പക്ഷവുമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കേണ്ടത്. രാജ്യത്തെ കാർന്നു തിന്നുന്ന വർഗീയ വിപത്തിനെതിരെ പോരാട്ടം ഒരു ദശാസന്ധിയിലാണ്. ഇതിനിടയിൽ നാണം കെട്ട രാഷ്ട്രീയ തോന്നിയാസങ്ങൾ നിർത്താൻ തയ്യാറായാൽ അവർക്ക് നന്ന്.